നോട്ട് നിരോധനത്തിന് ശേഷം ജില്ലാ സഹകരണ ബാങ്കുകൾക്ക് കൊണ്ടുവന്ന നിയന്ത്രണത്തിൽ തൽക്കാലം ഇളവ് നൽകാനാവില്ലെന്ന് സുപ്രീം കോടതി. ഇളവ് നൽകുന്നത് സർക്കാരിന്റെ നോട്ട് പിൻവലിക്കൽ പദ്ധതിയുടെ ഉദ്ദേശശുദ്ധിയെ ബാധിച്ചേക്കുമെന്നും കോടതി നിരീക്ഷണം. അതേസമയം നവംബർ 10 മുതൽ 14 വരെ ജില്ലാ സഹകരണ ബാങ്കുകൾ സ്വീകരിച്ച പഴയ നോട്ടുകൾ RBIയിൽ നിക്ഷേപിക്കാം. 2000-ന്റെ നോട്ടുകൾ കോടിക്കണക്കിന് പിടിച്ചെടുത്തിട്ടും ബാങ്കുകൾക്ക് 24,000 രൂപ വീതം എന്തുകൊണ്ട് ഇടപാടുകാർക്ക് നൽകാനാവുന്നില്ലെന്ന് കോടതി ചോദിച്ചു. പഴയ നോട്ടുകളുടെ നിക്ഷേപം സ്വീകരിക്കുന്നതിൽ നിന്ന് മാറ്റി നിർത്തിയ റിസർവ് ബാങ്ക് നടപടിക്കെതിരെ കേരളത്തിലെ 14 ജില്ലാ സഹകരണ ബാങ്കുകൾ ഉൾപ്പെടെ നൽകിയ ഹർജികൾ പരിഗണിക്കവെയാണ് സുപ്രീം കോടതി പരാമർശം. ഇടപാടുകൾ നടത്താൻ ജില്ലാ സഹകരണ ബാങ്കുകൾക്ക് അടിയന്തരമായി ഇളവുകൾ നൽകാനാവില്ലെന്ന് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് പറഞ്ഞു. ഇങ്ങനെ ഇളവ് നൽകുന്നത് സർക്കാരിന്റെ നോട്ട് പിൻവലിക്കൽ പദ്ധതിയുടെ ഉദ്ദേശശുദ്ധിയെ ബാധിച്ചേക്കാമെന്നും കോടതി നിരീക്ഷിച്ചു. കോടികളുടെ ആസ്തിയുള്ള സഹകരണ ബാങ്കുകൾക്ക് ഇടപാടുകൾ തുടങ്ങാനായി 2 ആഴ്ച കൂടി കാത്തിരുന്നുകൂടെയെന്നും കോടതി ചോദിച്ചു. നിയന്ത്രണങ്ങൾ ഈ മാസം 30 വരെ മാത്രമാണെന്നും ശേഷം ഇളവുകൾ ഉണ്ടാകുമെന്നുമുള്ള കേന്ദ്ര സർക്കാരിന്റെ വാദം ചൂണ്ടിക്കാട്ടിയായിരുന്നു കോടതി പരാമർശം. അതേസമയം നവംബർ 10 മുതൽ 14 വരെയുള്ള 4 ദിവസം ജില്ലാ സഹകരണ ബാങ്കുകളിൽ ലഭിച്ച പഴയ നോട്ടുകളുടെ നിക്ഷേപം RBIയിൽ നിക്ഷേപിച്ച് പുതിയ നോട്ടുകൾ വാങ്ങാമെന്ന് കേന്ദ്ര സർക്കാർ കോടതിയെ അറിയിച്ചു. അറ്റോർണി ജനറൽ ചീഫ് ജസ്റ്റിസിന്റെ കോടതി നൽകിയ ഉറപ്പനുസരിച്ച് ഞങ്ങൾ 4 ദിവസം സ്വീകരിച്ച 2000 കോടി രൂപ റിസർവ് ബാങ്കിന്റെ ചെസ്റ്റുകൾ അടച്ച് പകരം പുതിയ നോട്ടുകൾ ഞങ്ങൾക്ക് നൽകും എന്നാണ് ഉറപ്പ് നൽകിയിരിക്കുന്നത്. തീർച്ചയായും ജില്ലാ ബാങ്കുകളെ സംബന്ധിച്ച് അത് വളരെ അനുകൂലവും ആരോഗ്യകരമായ ഒരു നടപടിയായി ഞങ്ങൾ കരുതുകയാണ്. ഇളവുകൾ നൽകുമ്പോൾ എല്ലാ ബാങ്കുകൾക്കും തുല്യ പരിഗണന നൽകണമെന്ന് കേന്ദ്ര സർക്കാരിനോട് കോടതി ആവശ്യപ്പെട്ടു. പിൻവലിക്കാൻ അനുമതിയുള്ള 24,000 രൂപ പോലും ബാങ്കുകൾക്ക് നൽകാൻ കഴിയാത്തത് എന്താണെന്ന് കോടതി ചോദിച്ചു. അത് സർക്കാരിന്റെ കുറ്റമല്ലെന്നും ബാങ്ക് മാനേജർമാരാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുന്നതെന്നുമായിരുന്നു അറ്റോർണി ജനറലിന്റെ മറുപടി. ആഴ്ചയിൽ പരമാവധി 24,000 രൂപ നൽകാനാണ് ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളതെന്നും AG വിശദീകരിച്ചു. ഇടപാടുകളിൽ ഇളവിനായി ജില്ലാ സഹകരണ ബാങ്കുകൾ 2 ആഴ്ച കൂടി കാത്തിരിക്കണമെന്നാണ് സുപ്രീം കോടതി ഇന്നെടുത്ത നിലപാട്. സുപ്രീം കോടതിയിൽ നിന്നും PS വിനയ, മാതൃഭൂമി ന്യൂസ്. ചർച്ചയിൽ BJP വക്താവ് അഡ്വക്കേറ്റ് JR പത്മകുമാർ, അഡ്വക്കേറ്റ് A സമ്പത്ത് MP, ഇടുക്കി ജില്ലാ സഹകരണ ബാങ്ക് പ്രസിഡന്റും കോൺഗ്രസ് നേതാവുമായ അഡ്വക്കേറ്റ് EM അഗസ്തി, നിയമവിദഗ്ധൻ അഡ്വക്കേറ്റ് MC ആഷി എന്നിവരാണ് പങ്കെടുക്കുന്നത്.